ഏത് ദുആ ആണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പരലോകത്തിനാവട്ടെ ദുനിയാവിനാവട്ടെ പ്രാർത്ഥിച്ചാൽ പടച്ചോൻ സ്വീകരിച്ചാലാണ് അതിനുള്ള പുണ്യം കിട്ടുക എന്നുള്ളത് സത്യ. അത് ഖബർ സിയാറത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ചോദിച്ചത് മരണത്തെ ഓർക്കാൻ മാത്രാണോ? അല്ല, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ഞാൻ ഉമ്മാന്റെ ഖബറിൽ പോയിട്ട് ഖുർആൻ ഓതുന്നു, ദുആ ചെയ്യുന്നു, അല്ലാതെ ഉമ്മാനോട് എന്ത് സഹായം ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. വളരെ കൃത്യമാണ് ചോദ്യം. അപ്പോൾ എനിക്ക് മരണത്തെ ഓർക്കാൻ അതിന് ആ ഖബറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടേക്ക് എത്തുമ്പോൾ തന്നെ പള്ളികണ്ടിക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ഖബറുകളുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ മരണത്തെ ഓർക്കാൻ ധാരാളം ഇഷ്ടംപോലെ മയ്യത്തുകൾ ആളുകൾ കാണുന്നുണ്ട്. അപ്പം മരണത്തെ ഓർക്കാൻ പൊതുസാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാൽ ഒരിക്കലും അങ്ങോട്ട് നമ്മുടെ ഉമ്മാന്റെ ഖബറിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് സമയത്ത് മാതാപിതാക്കൾക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദ്വാരക്കണം എന്നല്ല, അതൊക്കെ കൃത്യം, അതൊക്കെ ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കുണ്ട്. പക്ഷെ ചോദ്യം വളരെ കൃത്യമാണ്. എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ഉമ്മാന്റെ ഖബറുമക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാന്റെ ഖബറുമ പോയി ഞാൻ ഖുർആൻ ഓതിയോണ്ട് ഉമ്മാക്ക് ദുആ ചെയ്താൽ അത് പടച്ചോൻ സ്വീകരിച്ചാൽ, അത് ഏതിലും അങ്ങനെയാണല്ലോ, പടച്ചോൻ സ്വീകരിച്ചാൽ ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ? ഉത്തരത്തിന് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു. അതിലിപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഒന്നല്ലേ, നിങ്ങൾ ഖുർആനോത്ത് കൂട്ടിന്നുള്ളൂ. ഖുർആനോത്ത് തെളിവൊന്നുമില്ല, ദുആയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഞാൻ നിങ്ങൾ പറഞ്ഞു ഒന്നു തന്നെ, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ സിയാറത്ത് ചെയ്തു എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നിങ്ങൾ സിയാറത്ത് ചെയ്ത സുന്നത്താണ് നിങ്ങൾക്ക് കൂലി കിട്ടും. ഖബർ സിയാറത്ത് സുന്നത്താണ്. ആരാണോ സന്ദർശിച്ച ആൾക്ക് ആ സുന്നത്തിന് കൂലി കിട്ടും. മരണത്തെ ഓർക്കാൻ ഉമ്മാന്റെ ഖബറിൽ തന്നെ പോകണമെന്നില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് ഖബറും പോകാം. ഇനി മുസ്ലിമിന്റെ ഖബർ പോലും ആയിക്കൊള്ളുന്നില്ല, ഒരു മുസ്ലിമിന്റെ ഖബർ പോലും ആകണമെന്നില്ല. അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു, ഓ മുസ്ലിം അല്ല, അവനെ മറമാടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാറത്ത് പോലും പറ്റുമെന്നാണ് ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അപ്പൊ ഇന്നാളെ ഖബറിൽ പോകുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല. ഏത് ഖബറിലും പോകാം, ഖബർസ്ഥാനിൽ മൊത്തത്തിൽ പോകാം. നബിതങ്ങൾ അധികവും ഒരു ഖബർ പ്രത്യേകം തെരഞ്ഞെടുത്ത് സിയാറത്ത് ചെയ്യുന്ന ശൈലി അല്ല നബിയുടേത്. ഉമ്മാന്റെ ഖബർ, വാപ്പാന്റെ ഖബർ, അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ ഖബർ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം ഖബർ തെരഞ്ഞ് ആ ഖബറിൽ പോയി സിയാറത്ത് തിരിച്ചു പോരുക എന്നൊരു ശൈലി നബിയിൽ നിന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല. നബിയുടെ പതിവ് ഖബർസ്ഥാനിലേക്ക് പോകലാണ്. നബി തങ്ങൾ ഖബർസ്ഥാനിലേക്ക് പോകുന്നു, എന്നിട്ട് മൊത്തം ഖബറുകളെ നോക്കുന്നു. അതാ സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളെ വീട്ടുകാരെ നിങ്ങൾക്ക് സലാം. അതാണ് നബിയുടെ പതിവ്. രാത്രി സമയത്ത് എഴുന്നേൽക്കും, എന്നിട്ട് ഖബർസ്ഥാനിലേക്ക് നടക്കും. അവിടെ പോയി ഖബർസ്ഥാനിൽ നിന്ന് ഖബറുകളെ നോക്കി നബി തങ്ങൾ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കും. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബർസ്ഥാനിലേക്ക് പോയി, ബഖീഇലേക്ക്. എന്നിട്ട് ഖബറുകൾ മൊത്തം ഇങ്ങനെ നോക്കി അദ്ദേഹം പറയാ, അല്ലയോ ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ പറയൂ. ആത്മഗതമാണ്. ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ വിശേഷങ്ങൾ. സ്വയം ഒരു ബോധം ഉണ്ടാകാൻ പറയാം. എന്നിട്ട് പറയാം, നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ സമ്പത്തുക്കൾ ഓഹരി വെക്കപ്പെട്ടു പോയി, നിങ്ങളെ മക്കൾ അനാഥകളായി മാറി, നിങ്ങളെ ഭാര്യമാരെ മറ്റു പല വിവാഹം കഴിച്ചു പോയി. ശേഷം അദ്ദേഹം പറയും, ഇനി എനിക്കും ഇതാണല്ലോ വരാനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നു, തിരിച്ചു പോരുന്നു. അപ്പൊ നബിയുടെയും സ്വഹാബത്തിന്റെയും ഖബർ സന്ദർശനങ്ങൾ ഒരു പ്രത്യേകം ഖബർ തിരഞ്ഞെടുത്ത് ആ ഖബറിനെ പോയി സന്ദർശിച്ച് ഇതിന്റെ ഉമ്മാന്റെ ഖബർ, ഇതിന്റെ ഭാര്യന്റെ ഖബർ എന്ന് പറഞ്ഞ പോരല്ല. ഇത് നബി തങ്ങൾ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചിട്ടുണ്ട്, അത് സിയാറത്തിന് വേണ്ടി പോയതല്ല. നബി തങ്ങൾ യാത്രാമധ്യേ സാന്ദർഭികമായി അതിലൂടെ കടന്നു പോയി. നബിയും സ്വഹാബത്തും ഒന്നിച്ച് പോകുന്ന വഴിക്ക് സ്ഥലത്തെത്തിയപ്പോൾ നബി അവിടെ നിന്നു, സ്വഹാബത്തും നിന്നു. നബി തങ്ങൾ കരഞ്ഞു. നബി കരഞ്ഞപ്പോൾ സ്വഹാബിമാരും കരഞ്ഞു. അപ്പൊ എന്താ നബിയെ നിങ്ങൾ കരയുന്നത്? നബി തങ്ങൾ അതിൽ കാരണം പറഞ്ഞു, ഇവിടെയാണ് എൻ്റെ ഉമ്മയുടെ ഖബറുള്ളത്. അപ്പൊ അത് പോകുന്ന വഴി സ്വാഭാവികമായി ഉമ്മയുടെ ഖബറിന്റെ അരികിലൂടെ കടന്നു പോയപ്പോൾ നബി തങ്ങൾ അവിടെ നിന്നിട്ട് ഓർക്കുകയും കരയുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു, എനിക്ക് അനുവാദം തന്നില്ല. എൻ്റെ ഉമ്മയുടെ ഖബർ ഞാൻ സന്ദർശിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു, എനിക്ക് അല്ലാഹു അനുവാദം നൽകി. അതുകൊണ്ട് നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക, അത് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാക്കും. അതാണ് നബിയുടെ മാതൃക. അല്ലാതെ ഒരു ഖബർ പ്രത്യേകം അവിടെ പോയി സിയാറത്ത് ചെയ്ത് പോന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകൂ എന്ന് എവിടെയുമില്ല. അത്തരമൊരു സിയാറത്ത് നബിയുടെ മാതൃക അധികമൊന്നും കാണാനും കഴിയില്ല. പാടില്ല എന്നല്ല, പക്ഷെ അതല്ല ശൈലി. ഖബർസ്ഥാനിൽ മൊത്തം പോകാം. അപ്പോൾ സിയാറത്ത് ചെയ്താൽ അത് നേട്ടം നമുക്കാണ്, ആ സുന്നത്തിന് കൂലി കിട്ടും. മരണത്തെ ഓർത്താൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഖബറാളികൾ എന്താണ്? നമ്മുടെ ദുആണ്. ഇനി ഖുർആൻ ഓതി ഖബറാളിക്ക് കൊടുക്കുക എന്നുള്ളത് അത് നബിയുടെ ഒരു മാതൃകയിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. ശേഷക്കാരായ പണ്ഡിതന്മാരിൽ പല വീക്ഷണക്കാർ ആ വിഷയത്തിലുണ്ട്. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടുകൾ എവിടെയും
ഒരു ഖുർആൻ പാരായണം ചെയ്ത് അത് മയ്യത്തിന് ഹദിയ ചെയ്യുക, അവർക്കതിന് പ്രതിഫലം കൊടുക്കുക എന്ന ഒരു ശൈലി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സ്വതക്കയെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, ഹജ്ജ് ഉംറ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അവർക്ക് വേണ്ടി സ്ഥിരമായി നിലനിൽക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ, സ്ഥിരമായ ഇപ്പോൾ ഉദാഹരണമായി ഒരു പൊതുവായി വെള്ളം കുടിക്കാൻ ആവശ്യമായ കിണർ കുഴിച്ചു കൊടുക്കുക. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അവർ നബിയോട് ഒന്ന് ചോദിച്ചു, നബി എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, സംസാരിക്കാൻ അവസരം കിട്ടിയില്ല, കിട്ടുകയാണെങ്കിൽ സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഞാൻ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് കിട്ടുമോ? അതെ കിട്ടും എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ഏത് സ്വതക്കയാ നബിയെ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കിണർ കുഴിച്ചോ എന്ന് പറയുകയും അദ്ദേഹം മദീനയിൽ ഒരു കിണർ കുഴിച്ചു. ബിഉറു ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മയുടെ കിണർ എന്നതിന് പേരിട്ടു. കാലങ്ങളോളം ആ കിണർ ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ഖുർആൻ ഓതി അത് മരിച്ചോയ്ക്ക് ഹദിയ ചെയ്യുക, അതിനെ കൂലി അവർക്ക് എത്തിക്കുക എന്ന രീതി നബിയിൽ നിന്ന് വന്നിട്ടില്ല. പിൽക്കാലക്കായ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം പറഞ്ഞു. സ്വതക്ക കിട്ടുമെങ്കിൽ, ദുആ കിട്ടുമെങ്കിൽ ഖുർആനോത്തും കിട്ടേണ്ടതല്ലേ എന്ന ന്യായമാണ് കിട്ടുമെന്ന് പറഞ്ഞവർ അത് ന്യായമായി പറഞ്ഞത്. കിട്ടുക ഇല്ലെന്ന് പറഞ്ഞവരോ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല, അത് കിട്ടുമെങ്കിൽ ഇതും കിട്ടണ്ടേ എന്ന് ഇബാദത്ത് വിഷയത്തിൽ പറ്റൂല. ഇതുപോലെ മഗ്രിബ് 3 ആണെങ്കിൽ ഇശാവും 3 ആകണ്ടേ, സുബഹി 2 ആണെങ്കിൽ ളുഹറും 2 പോരെ എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എന്ന പോലെ ഇബാദത്ത് വിഷയത്തിൽ അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്ന ന്യായത്തിന് ഇബാദത്തുകളിൽ പ്രസക്തി ഇല്ല. അതിന് എന്താണോ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടുകയില്ലെന്ന് മനസ്സിലാക്കണം എന്ന് ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ മയ്യത്തിനുള്ള ലാഭം നമ്മുടെ പ്രാർത്ഥനയാണ്, നമുക്കുള്ള ലാഭം മരണചിന്തയാണ്. മരണചിന്തക്ക് ഇന്ന ഖബറുകൾ തന്നെ പോകണമെന്നില്ല, ആരുടെ ഖബറുമാകാം, ഖബർസ്ഥാൻ മൊത്തത്തിലുമാകാം. ഇനി മുസ്ലിം അല്ലാത്തൊരാളുടെ ഖബറുണ്ടെങ്കിൽ അവിടെയും ആ സിയാറത്തിന് വേണ്ടി പോകാമെന്ന് നബി ഇമാമൊക്കെ നബി തങ്ങളുടെ ഈ ഒരു ഉമ്മയുടെ വിഷയം പറയുന്നിടത്ത് അദ്ദേഹം അവിടേക്ക് രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാനും കഴിയും. അല്ലാഹു അഅലം.